അതാ കൊച്ചി അച്ചിയില്ലാത്തവനെ മര്യാദക്ക് പറ. തന്തയ്ക്ക് തന്തയില്ലാത്ത സൂര്യ എന്നെ വിളിക്കണം. അതുകൊണ്ട് നീ സേഫാണ് എന്നും. I am officially declaring Papan as the co-leader of TVA. TVയിൽ എടുക്കുകയാണ് നിന്റെ മോനെയാ. അതിന്റെ ഇടയ്ക്കൂടെ ഞാൻ ഒരു ചെറിയ ബോംബ് കൂടെ പൊട്ടിക്കുകയാണ്. We are welcoming. അപ്പൊ വാക്കുകൾ ചുരുക്കിക്കൊണ്ട് അടുത്ത സർപ്രൈസ് പറയാനായി നമ്മൾ വാസവനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡ്. അപ്പൊ മൈക്കിൽ കേൾക്കാലോ അല്ലേ? മൈക്കിൽ കേൾക്കോ? ഹലോ ഹലോ ഹലോ. സോ അപ്പൊ ഒരു സർപ്രൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ പറയാണ്. അപ്പൊ എന്തായാലും ഹുഡി ഇട്ടതല്ലേ, ഇനിയിപ്പോ ഹുഡി ഊരണ്ട. വെൽക്കം ടു കോ ലീഡർ പൊസിഷൻ. അപ്പാപ്പ ഐ എം ഒഫീഷ്യലി ഡിക്ലെയറിംഗ് അപ്പാപ്പൻ ആസ് ദ കോ ലീഡർ ഓഫ് TVA. അപ്പൊ ഇനി തൊട്ട് അപ്പാപ്പൻ TVയുടെ കാര്യങ്ങളോട് അപ്പാപ്പൻ നോക്കേണ്ടതാണ്. അപ്പാപ്പ ബാബുനുണ്ട്, ബാബുന് എന്തായാലും ഉണ്ട്. അത് മാറ്റില്ല. അപ്പൊ അപ്പാപ്പന് ആ ഒരു ഉത്തരവാദിത്വം കൂടി ഞാൻ ഏൽപ്പിക്കുവാണ്. ഓക്കെ, അപ്പൊ അപ്പാപ്പ ഇവരെല്ലാം വിചാരിച്ചിട്ടുണ്ടാവും. എടാ എല്ലാം റെഡിയല്ലേ? അപ്പൊ ഇവരെല്ലാം വിചാരിച്ചിട്ടുണ്ടാവും അപ്പാപ്പനെ കോ ലീഡർ ആക്കിയതായിരുന്നു ഇന്നത്തെ എക്സ്ട്രാ സർപ്രൈസ് എന്ന്. പക്ഷെ അല്ല. ഇവനെ നമ്മള് കുറച്ച് ഇവന്റെ അടുത്ത് ഡ്രസ് കൂടിയാ വീട്ടിലുണ്ടേ. അപ്പൊ അതുകൂടി ഒന്ന് ഇട്ടിട്ട് വരാൻ പറയട്ടെ. TVയിൽ എടുക്കുകയാണ് നിന്റെ മോനെയാ. ഓഹോ, ബാക്കിലിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ അത് അടിക്കും ഞാൻ. സോ അപ്പൊ എന്തായാലും ഇന്ന് കുറെ സർപ്രൈസുകളുണ്ട്. അതുപോലെ അതിന്റെ ഇടയ്ക്കൂടെ ഞാൻ ഒരു ചെറിയ ബോംബ് കൂടെ പൊട്ടിക്കുകയാണ്. We are welcoming Bellary Abel to TVA as TVA Abel. Welcome to TVA Abel മോനെ. കേറി കൊന്നെറിയും കേട്ടോ ഇവിടെ വന്നിപ്പോ. സെറ്റ് ഹൈനയില് വന്ന ലാസ്റ്റ് റിക്രൂട്ട് ആയിരിക്കും ഏബല്. നമ്മുടെ ഹൈനയിലെ അവസാനത്തെ റിക്രൂട്ട്. വെൽക്കം മോനെ. എവലെ ഹലോ പറയണ. ആദ്യം കടന്നാന്ന് വിളിച്ചവനാണ്. വെൽക്കം ടു TVടാ. രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പോണം. സംസാരിച്ചോ. പറഞ്ഞിട്ട് പോണല്ലേ. അല്ല, ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് താങ്ക് യു. എനിക്ക് റെഡി. ഇത് മൈക്കില് വന്നിട്ട് ജസ്റ്റ് നോർമലി സംസാരിച്ചേ. ഹലോ, കേൾക്കാം. ഇല്ല മൈക്കില് വന്നിട്ടാണ് നോർമലി ഓടിയിട്ട് തിരിച്ച് മൈക്കിന് എടുക്കാടാ. വല്ല പ്രശ്നവും വന്നു കഴിഞ്ഞാൽ ഉള്ള മൈക്കിന്റെ സൗണ്ട് കേൾക്കണം. വേണ്ടിയൊക്കെ വരത്തില്ല. ഹലോ, കേൾക്കാം. അല്ല, താങ്ക് യു. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. എനിക്ക് താങ്ക്സ് പറയാനായിട്ടെന്ന് പറഞ്ഞാൽ അന്തേരിയിലുള്ളവരോട്, ബെല്ലാരിയുള്ളവരോട്, ഡയൽസുള്ളവരോട് എല്ലാവരോടും പറയാനുണ്ട്. താങ്ക് യു. ഒരു ചാൻസ് തന്നേന്. നമ്മളടുത്ത് താങ്ക്സ് ഒന്നും ഇല്ലേ? ഉണ്ട്. സമയമുണ്ട്. ഏബലിന്റെ ഗെയിം പ്ലേ അറിയാത്തവർ ജസ്റ്റ് ബെല്ലാരി ഏബൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതിയേ. അതിൽ കൂടുതൽ ഇവനെ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. പിന്നെ താങ്ക് യു സോ മച്ച്. പിന്നെ മന്ദാരം ഉണ്ട്. പിന്നെ ബാബുശേനുണ്ട്, ഓസ്റ്റോണ്ട്. എല്ലാരോടും അദോഷം സ്നേഹം പറയട്ടെ. സ്നേഹം മാത്രം പറയട്ടെ. വെൽക്കം. അപ്പൊ പിള്ളേരോട് നീ ജോയിൻ ചെയ്തോ ഗൈസ്. അപ്പൊ ഫൈനലി ദ മോസ്റ്റ് എവൈറ്റഡ് ഡേ. നമ്മുടെ കുറച്ച് നാളായിട്ട് നമ്മുടെ ഗ്യാങ് വണ്ടി, അതുപോലെ തന്നെ ഗ്യാങ് ഡ്രസ്, ബാഡ്ജ് ഒഫീഷ്യലി നമ്മുടെ വില്ലുമോൻ ഓൾറെഡി റിവീൽ ചെയ്തായിരുന്നു. താങ്ക് യു സോ മച്ച് വില്ലുമോൻ. എല്ലാവരും ഒരു കൈഡ്, വില്ലുമോൻ ഒരു കൈഡ് കൊടുക്കണം. വില്ലുമോന് തത്സമയം തുടങ്ങി 2 മിനിറ്റ് ആയപ്പം ഓൾറെഡി അങ്ങ് റിവീൽ ചെയ്ത്.
എനിക്കറിയത്തില്ല. സോ അപ്പൊ നമ്മുടെ ലെഫ്റ്റിൽ കാണുന്നതാണ് നമ്മുടെ പുതിയ ബാഡ്ജ്. അപ്പൊ ഇനി നമ്മുടെ ഗ്യാങ് ഡ്രസ്, ഗ്യാങ് വണ്ടി ഇതുണ്ട്. എടാ അപ്പുക്കുട്ടൻ വന്നില്ലടാ നമ്മുടെ അപ്പുക്കുട്ടൻ എന്ത്? ആ ആണല്ലേ. അപ്പൊ നിങ്ങൾക്കായിട്ട് ഒരു ദൃശ്യ വിസ്മയം അപ്പുക്കുട്ടൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് ഉറപ്പാണ്. അതൊരു ഒന്നൊന്നര സാധനമാണ്. അപ്പൊ നിങ്ങൾ അതെല്ലാം കാണാം. അപ്പൊ നമുക്ക് അധികം ഇനി കുറച്ച് ഓൾറെഡി നമ്മൾ ഡിലേ ആയി. നമ്മൾ അധികം കുറച്ച് ഡിലേ ആക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ ഗ്യാങ് വണ്ടി പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ ഇവിടെ നിന്നൊരു കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട്. അപ്പൊ എങ്ങനെയാ പോണം നമ്മള്? നമുക്ക് അതിനെ തന്നെ പോവാ. ഓക്കെ. പരിപാടി ഉണ്ടോ ഇവിടെ? ഒരു 5 ഇയേഴ്സിന്റെ ഒരു ചെറിയൊരു ഡാൻസ് പരിപാടി ഉണ്ട്. ആ ഡാൻസ് പരിപാടിയുടെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. സ്റ്റേജ് അവർക്ക് വിട്ടു കൊടുക്കാം. വാ. മുള്ളി നമ്മൾ അവർക്ക് സൈഡിൽ നിന്ന് ഡാൻസിന് സ്റ്റെപ്പ് അതിന്റെ ആവശ്യമില്ല. താഴോട്ടിറങ്ങിയാ മതി. ചന്ദ്രൻ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കണ്ടേ? നീ എന്റെ മുന്നിൽ വേടാ. ഗേൾസല്ലേ? ഡ്രസ് നിന്റെ നെഞ്ചത്തിന്റെ അച്ഛന്റെ ഫോട്ടോ ഉള്ള ഡ്രസ് ഇട്ടാ മതി. ഡിലേ ആക്കല്ലേ. പടപട ചെയ്യണേ. നിങ്ങളാണ് ഡാൻസ് കളിക്കുന്നേ? ഓക്കെ. വേഗം സ്റ്റേജ് കയറിക്കോ. പടപട കയറിക്കോ. ആ മോഹിനിയാട്ടത്തിന് വന്ന പിള്ളേരെന്തേ? മോഹിനിയാട്ടി അവരെവിടാ പെണ്ണുങ്ങള്? ചന്ദ്രനെ നോക്ക അവിടെ ഉണ്ടാവും. അപ്പാക്കൊരു അപ്പനെ ഉണ്ടാക്കിയിട്ട് നിന്നെ ഞാൻ നിനക്ക് അപ്പനുണ്ടെന്ന് ഞാൻ പറയാം. സൂര്യ ഇവന്റെ എല്ലാം മോൻ മുള്ളി. ഇവൻ പറയുന്നില്ല അവനെങ്കിലും പറയുള്ളൂ. ശരിയാ. ഈ കാര്യത്തിൽ പറയാൻ പറ്റില്ല. എനിക്ക് കിട്ടും കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് നിന്റെ അടുത്ത് ഒരിക്കലും തന്തയില്ലാത്തവനെ വിളിക്കില്ല. നിന്റെ തന്തയ്ക്ക് തന്തയില്ലാത്തവനെ നിന്നെ വിളിക്കുള്ളൂ. മനസ്സിലായോ? ചീത്ത വിളിക്കുമ്പോ ഒരാളെ വിളിക്കുമ്പോ തന്തയ്ക്ക് തന്തയില്ലാത്ത സൂര്യ എന്നെ വിളിക്കുള്ളൂ. അതുകൊണ്ട് നീ സേഫാണ് എന്നും. തന്തയ്ക്ക് തന്തയില്ലാത്ത സൂര്യ നിന്നെ 2 വാക്ക് പറയാൻ വേണ്ടിട്ട് നമ്മൾ വിളിച്ചായിരുന്നു. നീ എവിടെ ആയിരുന്നു? വിളിച്ചില്ലല്ലോ, ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഈ ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അപ്പൊ എടാ ഇത് ആദ്യം നമ്മുടെ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരുടെ ഒരു ഡാൻസ് ആണ്. നമ്മളെ പിള്ളേരുടെ ഡാൻസ് ആണ്. കറക്റ്റാക്കി ഞാൻ പഠിപ്പിച്ചാണ്. നോക്കിക്കോണേ. വെള്ളം കുടിക്കണേ. റിമോട്ടിന്റെ പേരെന്താ? വില്ലുമോനെ ക്രോസ് ആൻസ് കണ്ടാ മതി. ഇങ്ങനെയാണ് എല്ലാരും പറയണ. അല്ലേടാ താവേ? ഗണേശ ശരണം 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 ഗണേശ ശരണം ശരണം ഗണേശ ഏകദന്തനെ ലംബോദരനെ വിശ്വവാഹന ഗണേശ ശരണം ഗണേശ ശരണം ഗണേശ ശരണം ശരണം ഗണേശ.
That was a beautiful performance from Black Mafia. Thank you so much, guys. Thank you. Thank you so much. Nice. പെട്ടെന്ന് എല്ലാരും വരണം. അണ്ണ പെമ്പിള്ളേരല്ലേ റഹ്മാന്റെ പാട്ട് Oh, shoot. അണ്ണന് പെമ്പിള്ളേരെ കാണാം. ഇവിടെ മൈക്ക് പോയില്ലേ മൈക്ക് പോയാ ഒരു മൈക്ക് പാട്ട് അടുത്തതായി ഒരു ഗാനം ആലപിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കും പ്രിയങ്കരനായ മൈക്കിൾ ജാക്സൺ എ.ആർ. റഹ്മാനെ ക്ഷണിച്ചു കൊള്ളുന്നു. ഹായ്. നിന്റെ അടുത്ത് എനിക്ക് കുറച്ച് കഴിഞ്ഞ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇനി വന്നടാ. ഇവന്റെ ക്യാരക്ടർ എന്നുള്ള സമയമായി കേട്ടോ. കണ്ടമാന ബൊമ്പുള്ള വിളക്കാനല്ലേ ആള് പിന്നെ കല്യാണം മരണ വീട്ടിൽ വരെ പാടും ഇവനിപ്പം. കല്യാണം, മരണ വീട്, മുതുക്ക് എല്ലായിടത്തും ഇവൻ തന്നെ. ഇപ്പൊ ഇവന്റെ പണ്ട് എന്റെ പാട്ടിനായിരുന്നു ഡിമാൻഡ്. ഇപ്പൊ ഇവനായി കേട്ടോ. അത് ഇവനെ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇതോടെ തല്ലിക്കൊല്ലണോ? എപ്പോഴും നല്ല പരിപാടി മാത്രം നടത്തിയ ബോർ അടിക്കും മള്ളി. കണ്ണാപ്പിരിയും ബോബോയും പാട്ടുണ്ട്. അത് വെക്കേണ്ട ഇടയിലൊന്ന് എന്റർടൈൻമെന്റ്. അത് ഇത് ഇത് ഫുള്ള് നല്ല പരിപാടിയായി പോവേ. ഫുള്ള് നല്ല പരിപാടി, അലമ്പൊന്നും ഇല്ലെന്ന്. ഒരു ചെറിയൊരു അടി ഉണ്ടാക്കിയത് തമ്മയുടെ ഗുണം കാണിക്കില്ല നീ. തന്റെ ഗുണം കാണിക്കില്ല ഏട്ടാ. നീ എന്റേതാണെന്ന് എന്റെ അമ്മ കിടിലും ഒരു രക്ഷയില്ല. അവതരിപ്പിക്കുന്ന ഒരു ഗാനം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിനെ പുളകിതമാക്കാൻ നമ്മുടെ ഏവരുടെ സ്വന്തം ഗണ്ണം മോനും ഈ ബോബോയ് കൂട്ടനും കൂടെ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റാങ് ആണ്. ആളെ മനസ്സിലായോ പാട്ട് പാടിയ ആളെ? മൊള്ളി മരിപ്പിന് മറ്റേ രാമായണം വായിച്ച പയ്യനാണിത്. അല്ലടാ മോനെ, അന്ന് മുരളി തിരിച്ചു വന്ന് നീ ഒറ്റൊരുത്തം കാരണോ? ഞാൻ നോക്കി വെച്ചിരിക്കാൻ നിന്നെ. ഒരാള് തിരിച്ചു വന്നില്ലേ? ജി കാണിക്കുന്നുണ്ടോ? ജി മൈക്രോഫോൺ ജി ടു പാട്ട് പാടാൻ നിപ്പുണ്ട് സ്റ്റേജില്. പാടുന്നില്ലല്ലോ. ഇപ്പൊ കാണിക്കുന്നുണ്ടോ? സ്റ്റേജിനെ പുളകിതമാക്കാൻ തരുണി മരികളായ നിങ്ങൾ പാടാതെ പോവോ? പാടട്ടെ പാട്ട് പൂമ്പാറ്റി കഴിവുള്ള പിന്നെ നമ്മുടെ അത്ര കഴിവുള്ള ആരുമില്ല. എന്താ ഇപ്പൊ കേട്ടത്? കേൾക്കാമല്ലോ. കേക്കാം. അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കെട്ടിയ കർണനായി കാടിനു മുഴുവൻ സ്വന്തമായി ഇഞ്ചീവനെ വളരു നീ കൊടുമെയ്യുവാൻ മുകിലുകൾ അതിൽ മാറിവിൽ ചുവരുകൾ നിനക്കൊരു കുടം കുളിരുമായി പുതുമഴമണി മഴമരമായി ഓഹോ ഞാനൊരു നരൻ പുതുജന്മം നേടിയ നരൻ ഓ നരൻ ഞാനൊരു നരൻ
എന്റെ പൊന്നോ കിടിലം ബ്രോ, രക്ഷയില്ല. എടാ ലോല ഇവന്റെ address അടിപൊളി ഒക്കെ അടിപൊളി അടിപൊളി. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ചെറിയ കിടലൻ ഒരു പാട്ട് അവതരിപ്പിച്ച പൂമ്പാറ്റയ്ക്ക് നന്ദി. അടുത്തതായി സ്റ്റേജിനെ പുളകം കൊള്ളിക്കാൻ തരിണി മണികളായ സ്ത്രീകൾ വന്ന് അടുത്തതായി സ്റ്റേജ് പുളകം കൊള്ളുന്നതിന് മുമ്പ് അടുത്തതായി ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി ബോബോയ് ദ റോക്ക് സ്റ്റാർ ആൻഡ് കണ്ണാപ്പി ദ റോക്ക് സ്റ്റാർ ക്ഷണിച്ചു കൊള്ളുന്നു. നല്ല കേട്ടില്ലേ? അല്ല ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇനി പെമ്പിള്ളാര് വന്ന് എന്ത് കാണിച്ചാലും നമുക്ക് നല്ല രസമായിട്ട് തോന്നും. പറയണ്ട. അതാ കൊച്ചി അച്ചില്ലാത്തവനെ മര്യാദക്ക് പറ. ഞാൻ ചീഞ്ഞെക്കുന്നുണ്ട് മച്ചു. ഇത് മുരളി ഇന്നലെ നോക്കാണ് കേട്ടാ. കേക്കുന്നില്ലെന്ന്. നീ നോർമലി സംസാരിക്കും. ഞങ്ങൾക്ക് കേൾക്കാന്ന് ഇവിടെ, നീ പാടിക്കോ? എല്ലാരും സൈലന്റ് ആണ്, മക്കളെ സൈലന്റ് ആണ് എല്ലാരും. മക്കളെ നമ്മളെ കണ്ട് നമ്മുടെ മരണം വരെയും നമ്മളോട് ഒരാളെ ഉള്ളു. അത് നമ്മുടെ ഒരു അണ്ണനാണ്. നമ്മുടെ അണ്ണന് വേണ്ടി ഞാനും ജർമ്മനും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട്. നിങ്ങൾ അതിൽ പങ്കാളികളാവുക. ജർമ്മൻ ജർമ്മൻ കമ്മൻ അച്ഛനെ കണ്ണില്ല ഞാൻ ഇഷ്ടം കല്ലെടുക്കും കളിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കിടയിലും എന്റെ അണ്ണനെയാണ് എനിക്കിഷ്ടം. സൂര്യരായി എനിക്കിഷ്ടം. ഞാനെന്ന് കരയുന്ന അണ്ണനാണ് ഇഷ്ടം. താങ്ക് യു. നന്ദിയുണ്ട്. അടിച്ചിറക്കുന്നതിനും പറഞ്ഞു. അടുത്തതായി സ്റ്റേജിലെ പുളകം കൊള്ളിക്കാൻ വേണ്ടി ഈ സിറ്റിയിലെ സുന്ദരി തരിണി മണികളായ എല്ലാവരെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പോ ലെറ്റ്സ് എൻജോയ് ദി ഡാൻസ്. ഇറങ്ങി വരൂ പ്ലീസ്. ഒരു കാര്യം പറയാം. ദൈവമേ, ഈ മൈക്കൊന്നും വിഷം കെട്ടാണ്. പണ്ടെന്റെ ആഗ്രഹമായിരുന്നു ഒരു ഗ്യാങ് ഹൗസ് ഉണ്ടാക്കി ഈ ക്യാമറ ഒക്കെ നടത്തണോ. പക്ഷെ ഈ ജോക്കി ഒരു മുരടനായോണ്ട് ഒന്നിനും സമ്മതിക്കാൻ. ഈ ക്യാമറ ഒക്കെ നടത്തുന്ന ജോക്കി അറിഞ്ഞാൽ പ്രശ്നമാകും കേട്ടാ. പേടിപ്പിക്കണതല്ലേ. കണ്ണാപ്പി പരിപാടി അവസാനം കേറി തുള്ളിക്കൊള്ളണേ നടുക്ക്. എന്തോ കേറ്റാൻ നടക്ക് കേറ്റാൻ നിന്നെ. സൂര്യനായി തഴുകിന്റെ അണ്ടി. പാട്ട്
എടാ നീ ഇവിടെ സൈലന്റ് അല്ലാത്ത നീ ഒന്നും മിണ്ടാതിരിക്കാവോ? വെടിവെച്ചിടുവേ ഞാൻ. അമ്പേക്കാ മോശം ഒരു കൊച്ചു കഴിവ്. എന്റെ പൊന്നോ കിടിലം രക്ഷയില്ല, അടിപൊളി സോങ് സെലക്ഷൻ. അടിപൊളിയുടെ കിടിലം സോങ്, കിടിലം കോർഡിനേഷൻ, അടിപൊളി അടിപൊളി. നല്ല സത്യം പറയില്ല, ഇത്രയും നേരം ഇവിടെ നടന്നത് ഒരു പരിപാടിയേ അല്ല. ഇത്രയും നേരം സ്റ്റേജിലൊക്കെ പാവം പിടിച്ച ആമ്പിള്ളാരെ അവിടെ തലപൊട്ടി വീണിട്ട് ഒരുത്തനും സ്റ്റേജിൽ കേറിയില്ല കേട്ടാ. ഒരുത്തരും 50 പേര് അപ്രീഷിയേറ്റ് ചെയ്ത് നിക്കണുണ്ടോ അവിടെ?
അണ്ണ ജർമ്മൻ പോയി അണ്ണ. ജർമ്മൻ പോയെന്ന്. അവരൊക്കെ ചാവട്ടെ. ഓക്കെ, അപ്പൊ കുട്ടികളെ താങ്ക് യു സോ മച്ച്. ഇനിയും പരിപാടികൾക്ക് ഉറപ്പായിട്ട് വിളിക്കാം. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് സമയമില്ല ഗൈസ്. അപ്പൊ നമുക്ക് പുറകിലാണ്, നമുക്ക് ആരും പോകാൻ നോക്കിയാലോ. നമ്മുടെ ഗ്യാങ് ഡ്രസ് റിവീലിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് വെച്ച് താമസിപ്പിക്കണ്ട. അപ്പൊ നമ്മൾ എങ്ങനെ പോണേ അങ്ങോട്ട്? നമുക്ക് വാസവന ഇത്രയും താമസില്ലേ, നമുക്ക് പതുക്കെ ഹെലിയിൽ പോവാം, അതായിരിക്കും ബെറ്റർ. ആ ഓക്കെ ഹെലിയിൽ പോവാടാ. ഹെലി എടുത്തു. എടാ വെറുതെ പോയി ഹെലി ചാവല്ലടാ. ആരും അടിയുണ്ടാക്കരുത്, അടിയുണ്ടാക്കരുത് പറയാ. കേട്ടാ, ഇനി ഡിലേ ആക്കല്ലേ, മരിച്ചു വീണോ ഡിലേ ആക്കല്ലേ. നമുക്ക് ചെയ്യാനുള്ളതാ. ആ പറടാ. ഇത് കഴിയട്ടെ. പാട്ട്. ഹലോ ബാബുടെ ഹലോ പറഞ്ഞോ. എന്റെ കൂടെ ഒരു 3 പാഴ്സലും ഉണ്ട് തോളത്ത്. ടിവിക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ ആണോ? അതെന്നാലും പറയുന്നത് ഇപ്പഴല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ സെറ്റ്. ഇന്ന് പാടാൻ റെഡിയാണോ? ഞാൻ പറയാം ഉറപ്പായിട്ട്. ഓക്കെ സെറ്റ്. എടാ ബാബാ, എങ്ങനെ ഇത് ആരാ ഹെലി എടുക്കണേ? ഹലോ ഗേൾസിന്റെ പുറകെ നടക്കാതെ എന്റെ തോണി നിറക്കണ പട്ടികളെ. ആ ഗേളിന്റെ പുറകെ ഞാൻ നടക്കാം. ഇറങ്ങാൻ പറയണ കാണിക്കണം. വരുന്ന ഫ്രണ്ടിലോട്ട് വരുന്നു. ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു. സൂര്യ ബോസ് റേഡിയോയില് സൂര്യ ബോസാ ഇറക്കി വിട്ടവനെ. വെളിയിലെന്തോ ഇതെന്താ ഫ്രണ്ടില് ബസ്സാ? ഫ്രണ്ടില് ബസ്സുണ്ട്. ഏതില് പോണം? ബസ്സിൽ പോയാൽ ലേറ്റ് ആവൂലേ? കണ്ട് നമ്മുടെ പഴയ കോച്ചില്ല. കണ്ണാപ്പിയും ബോബോയും കൂടെ ഗേൾസിനും ഗ്യാങ് ഹൗസ് കാണിക്കാൻ പോകുന്നു. മുള്ളി ഇതിനിടയിൽ കൂടെ കണ്ണാപ്പി ബോബോയ് വരണേ. അവർക്ക് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. നീ എവിടെ ചന്ദ്ര? നീ എവിടെയാ? ഇതെല്ലാം പഴയ വണ്ടിയാണ്. ചന്ദ്ര എവിടെയാ? ഏതോണ്ടില്ല നമ്മളെല്ലാരും ഈ വണ്ടി ഗ്യാങ് വണ്ടികളിൽ കയറ്. ബാക്കിയുള്ളവരോട് എല്ലാവരും ബസ്സിൽ കയറിക്കോളാൻ പറ. അവരെ ബസ്സിൽ കൊണ്ടുവരും. ഫ്രണ്ടിൽ ബസ് കിടപ്പുണ്ട്. അവർക്ക് എങ്ങനെയും ഒരു വണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അവർക്ക് ബസ്സുണ്ട് ഫ്രണ്ടി. ബാക്കി എല്ലാവർക്കും ബസ്സുണ്ട്. ഫ്രണ്ടി ബസ്സുണ്ട്. ഗേൾസിന് ബസ് മന്ദാരാണോ ഫ്രണ്ടിൽ പോണേ? എന്തോ കേട്ടില്ല. വണ്ടി ഇല്ല ഞാൻ ഞങ്ങളുടെ വണ്ടി 4 പേരുണ്ട്. അപ്പാപ്പന് വഴി അറിയോ? അപ്പാപ്പ മന്ദാരത്തെ നേരെ പോട്ടെ. മറ്റേ നമ്മുടെ ഇതില്ലേ ഫ്രണ്ടിൽ പോണ വണ്ടി പോളെ എല്ലാരും. വാ ബസ്സിൽ വെച്ചിട്ട് എന്റെ ഫോട്ടോ കണ്ടടാ. കണ്ടളിയാ തകർന്നു. നിന്റെ വായിൽ എവിടെ വെച്ച് ടയർ കയറ്റി വെച്ചേ? എന്റെ വരെ ടയറുകളുണ്ട്. നീ ആ ഫോട്ടോ ഇല്ല. എന്റെ വായിൽ ടയർ കയറ്റിയെങ്കിൽ ഫോട്ടോ ഫോട്ടോയിൽ പോലില്ല. ഫോട്ടോ വിഷമിക്കണ്ട. ഫോട്ടോ ഒരാഴ്ച വന്ന് എന്നെ ഫോട്ടോ കയറ്റി കേട്ടാ. എനിക്കല്ല